ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രവേശന വ്യവസ്ഥകളോടെ പൊതുജനങ്ങൾക്ക് ഉപാധികളോടെ മാത്രമേ പ്രവേശനം നൽകൂ. പങ്കെടുക്കുന്നവർ 3 കൊല്ലത്തിനിടെ കുറഞ്ഞത് 2 തവണയെങ്കിലും ശബരിമലയിൽ സന്ദർശനം നടത്തിയിരിക്കണം. ശബരിമല ദർശനം നടത്തിയവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാകൂ. ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ഇതിനായി പരിഗണിക്കൂ. തെരഞ്ഞെടുത്ത ഭക്തർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി ക്ഷണക്കത്ത് നൽകി തുടങ്ങി. 24 ബ്രേക്കിംഗ് വാർത്തയുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത്. പ്രതീഷ്, ശബരിമല ദർശനം നടത്താത്ത ആളുകൾക്ക് പൂർണ്ണമായും ഇതിൽ പങ്കെടുക്കാൻ അനുവാദമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സെപ്റ്റംബർ 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ രാഷ്ട്രീയ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലും ഈ ദേവസ്വം ബോർഡിന് ആശ്വാസമായത് സമുദായ സംഘടനകൾ ഒപ്പം നിൽക്കുന്നു എന്നതാണ്. അപ്പോഴും സമുദായ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചുകൊണ്ട് വേണം അയ്യപ്പ സംഗമം നടത്താനെന്നതാണ്. ആ രീതിയിൽ തന്നെയാണ് പരിപാടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ചില മാനദണ്ഡങ്ങൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ഭക്തർക്ക് മാത്രമായിരിക്കും ഈ പരിപാടിയിൽ പ്രവേശനം ഉണ്ടാകുന്നത്. അതിന് ചില വ്യവസ്ഥകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3 വർഷത്തിനിടെ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ശബരിമലയിൽ ദർശനം നടത്തിയവരായിരിക്കണം ഈ പ്രതിനിധിയായി അയ്യപ്പ സംഗമത്തിൽ എത്തേണ്ടത്. ഒപ്പം ശബരിമല പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കും. അത്തരത്തിൽ ഈ അയ്യപ്പ ഭക്തരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന് പുറമെ മറ്റ് സമുദായ സംഘടനകളിൽ നിന്നുള്ളവർക്കും ക്ഷണമുണ്ടായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കണമോ എന്ന കാര്യത്തിൽ കൂടിയാലോചന നടക്കുകയാണ്. ഇന്ന് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി യോഗം ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പക്ഷേ ഈ അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ദേവസ്വം ബോർഡിനും അതൃപ്തിയുണ്ട്. ദേവസ്വം ബോർഡ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഈ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് അയ്യപ്പ സംഗമം കൊണ്ട് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതിൽ മറ്റ് രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള ഉദ്ദേശവും ഇല്ല എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ വലിയ എതിർപ്പ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ കോടതിയിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാട് തിരുത്തണമെന്നതാണ് ഇക്കാര്യത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഒപ്പം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പരിപാടിയാണെന്ന് കോൺഗ്രസും വലിയ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ വിവാദങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണം നൽകാനായിരിക്കും ഇവർ മാധ്യമങ്ങളെ കാണുക. എന്തായാലും ഈ പരിപാടിയുമായി സർക്കാരും ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമമായിരിക്കും ശബരിമലയിൽ നടക്കുക. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.